തുടക്കം മുതൽ അവസാനം വരെ ട്വിസ്റ്റോട് ട്വിസ്റ്റ് കിട്ടിയ ഒരു ദിവസമായിരുന്നു ട്ടോ ഇന്നത്തേത്. നമ്മളൊരു അവാർഡ് വാങ്ങിക്കാനായിട്ട് കോഴിക്കോട് പോവാണ് ട്ടോ. WCCയുടെ അവാർഡാണുള്ളത്. അപ്പോൾ നമ്മളൊരു 1,00,000+ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇൻഫ്ലുവൻസർ അവാർഡ് കിട്ടുന്നുണ്ട് ട്ടോ. ആദ്യത്തെ ട്വിസ്റ്റ് ഇതാണ് ട്ടോ. ട്രെയിൻ കയറ്റി വിട്ടുതരാൻ വന്ന ഷാഹുലിനെ ഞങ്ങൾ കയ്യോടെ തന്നെ പൊക്കിയിട്ടുണ്ട്. കാരണം അവിടുന്ന് വരുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്ന ഹുഡി പെട്ടെന്ന് ചേഞ്ച് ചെയ്തിട്ട് ഷർട്ടിലോട്ട് മാറ്റി ട്ടോ. ഈ ഷർട്ടിന്റെ മേലെ ഹുഡി ഇട്ടിട്ടാണ് അവൻ വന്നിട്ടുണ്ടായിരുന്നത്. അവന് നല്ല പനിയുണ്ട് ട്ടോ. പിന്നെ നമ്മളവിടെ ഒരു വർക്കും കൂടെ അവൻ ഏറ്റിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടും പാടെ നടക്കട്ടെ എന്ന് കരുതി. ഇത് നമ്മൾ ഷൊർണൂരിൽ നിന്ന് കണ്ടൊരു വ്യൂ ആയിരുന്നു. അവിടുന്ന് നമുക്ക് സിനാനെ കണ്ടു ട്ടോ. സിനാനെ മാത്രമല്ല കുറെ ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് രണ്ടാമത്തെ ട്വിസ്റ്റ്. മീൻകറി കൂട്ടാത്ത ഷാഹുൽ അന്ന് മീൻകറി കൂട്ടിയിട്ട് പൊറോട്ട കഴിച്ചു ട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് ഓട്ടോ എടുത്തിട്ടാ പോയത്. ജീപ്പേ ഇല്ലാത്ത കാരണം കൊണ്ട് ഓട്ടോക്കാരൻ നമ്മളെ വല്ലാണ്ട് പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ട്ടോ. അവിടുന്ന് നമ്മൾ പിന്നെ ഈ പറയുന്ന ഒരു ബാൻഡൊക്കെ കിട്ടിയിട്ടാണ് ഉള്ളിലോട്ട് കേറുക. അവിടെ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിരുന്നു ട്ടോ. സിനാനെ മാത്രമല്ല കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിരുന്നു. നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പഴയ ഫ്രണ്ട്സിനെയും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ട്ടോ. പനിയുള്ളത് കൊണ്ട് തന്നെ ഷാഹുൽ കിളി പോയ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ബഷീറിനെ വിളിച്ചു വരുത്തി. അവനൊന്ന് ഓക്കെ ആക്കി. ഞാനും ബഷീറും പാടെ ഉള്ളിൽ കയറി ട്ടോ. പിന്നെ നമുക്ക് അവിടുന്ന് മറ്റേ കുറേ സെലിബ്രിറ്റീസിന്റെ കൂടെയൊക്കെ നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുത്ത് ലഞ്ചായിരുന്നു. കിടിലൻ എന്ന് വേണമെങ്കിൽ പറയാം. പരപ്പനങ്ങാടിക്കാരാണ് കാറ്ററിംഗ് എന്ന് പറഞ്ഞു. ഒരു ഭയങ്കര രസമായിട്ടുള്ള ലഞ്ചായിരുന്നു ട്ടോ. അപ്പൊ നമ്മൾ ഓവറോൾ അടിപൊളിയായിട്ട് നമ്മുടെ അവാർഡൊക്കെ വാങ്ങിച്ച് ആ ഒരു ദിവസം ഇങ്ങനെ അടിപൊളിയാണെന്ന് വിചാരിക്കുമ്പോഴേക്കും ഷാഹുല് സൈഡ്, പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ബഷീർ സൈഡായി. കുറച്ച് ബെറ്റർ ഞാനാന്നാ കരുതിയത്. പക്ഷെ അത് ട്രെയിനിൽ കയറിയപ്പോൾ മാറി ട്ടോ. കാല് കുത്താനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. നമ്മള് ബാത്റൂമിന്റെ സൈഡിലൊക്കെ കിടന്നിട്ട് ഉറങ്ങിപ്പോയി. അത്രയും ടയർഡായിരുന്നു. അത്രേ ഉള്ളൂ ട്ടോ. ബൈ ബൈ.